അധ്യായം 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ചത് 1857 മെയ് 10. ഭൂനികുതി വ്യവസ്ഥകളും നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളും. ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ: ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി ബംഗാൾ, ബീഹാർ, ഒറീസ. റേറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. റേറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ: ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാർ. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ റേറ്റ് വാരി വ്യവസ്ഥ. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചിരുന്നത് അറിയപ്പെടുന്നത് മഹൽവാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവൻ. നീലം കർഷക കലാപം ആരംഭിച്ച വർഷം 1859. കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ബംഗാൾ. നീലം കർഷക കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ബംഗാൾ. ഇൻഡിഗോ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ: ദിഗംബർ ബിശ്വാസ്, ബിഷ്ണു ബിശ്വാസ്. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് മലബാർ കലാപം നടന്നത്. മാപ്പിള കലാപം എന്നും ഇത് അറിയപ്പെടുന്നു. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായ സാഹചര്യത്തിൽ മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗം മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് കനോലി. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയം. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രവിഭാഗം സന്താൾമാർ. സന്താൾ കലാപം നടന്ന വർഷം 1855. സന്താൾ കലാപം 1855. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ദുവും കാനുവും. സിദ്ദുവിൻ്റെയും കാനുവിൻ്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്രകലാപം കുറിച്യ കലാപം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്രവിഭാഗം കുറിച്യർ കുറുമ്പർ. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് TH ബേപ്പർ. കുറിച്യ കലാപ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ: പഹാരിയ കലാപം, ഖാസി കലാപം, മുണ്ട കലാപം, കോൾ കലാപം, ഭീൽ കലാപം. ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടം 19-ാം നൂറ്റാണ്ട്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു.
എന്ന് പറഞ്ഞത് വില്യം ബെൻഡിക് പ്രഭു. ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം തോട്ടം വ്യവസായം. ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം തോട്ടം വ്യവസായം. ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ. റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. കലാപത്തിന് തുടക്കം കുറിച്ചത് ശിപ്പായികൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരമുണ്ടാക്കാനിടയായ കാരണങ്ങൾ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്, തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബാരക്പൂരിൽ നിന്നുള്ള സൈനികൻ മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹേബ് താന്തിയോ തോപ്പി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാനിടയായ സംഭവം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാനിടയായ സംഭവം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ, ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ, ബോംബെയിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. ബംഗാൾ വിഭജനം 1905. ബംഗാൾ വിഭജനം നടത്തിയ സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരം സ്വദേശി പ്രസ്ഥാനം. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിന് എതിരെ ആരംഭിച്ച സമരം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ലക്ഷ്യമിട്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി സമരകാലത്ത് ആരംഭിച്ച കമ്പനികൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, മഹാരാഷ്ട്ര. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണ്? മഹാരാഷ്ട്ര. ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ബംഗാൾ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, തമിഴ്നാട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, തമിഴ്നാട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906.
സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി.ഒ. ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി.ഒ. ചിദംബരം പിള്ള. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം കമ്പനി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി.ഒ. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ. ഈ പാഠഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാസി യുദ്ധം 1757. നീലം കർഷക കലാപം 1859. മലബാർ കലാപം 1921. സാന്താൾ കലാപം 1855. സന്താൾ കലാപം 1855. സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002. കുറിച്യ കലാപം 1812. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ, ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72. സ്വദേശി പ്രസ്ഥാനം 1905. സ്വദേശി പ്രസ്ഥാനം 1905. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. ഇത്രയുമാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഈ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും വളരെ ഏറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്.